പീറ്റർ ഫോൺ കയ്യിലേക്കെടുത്ത് ചാറ്റ് ജിപിയോടായി ചോദിച്ചു. പീരീഡ്സ് പെയിനായി കിടക്കുന്ന എൻ്റെ വൈഫിന് കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് ചോദിക്കേണ്ട താമസം നമ്മുടെ ചാറ്റ് ജിപിടി ലിസ്റ്റ് ബൈ ലിസ്റ്റായി അയക്കാൻ തുടങ്ങി. എല്ലാം ഒന്നും മനസ്സിലായില്ല എങ്കിലും അതിൽ നിന്ന് അവന് കൊടുക്കേണ്ട കെയറിനെ പറ്റി കുറച്ച് ഐഡിയ കിട്ടി. പീറ്ററിൻ്റെ പോക്ക് നോക്കി നിന്ന മത്തായിച്ചൻ മനസ്സിലായി പറഞ്ഞു, ഇവൻ എന്തിനാ ഇത്രയ്ക്ക് വെപ്രാളം കാണിക്കുന്നേ? അതും പറഞ്ഞ് അയാൾ കിച്ചണിലേക്ക് നടന്നു. പീറ്റർ തൻ്റെ ബുള്ളറ്റും എടുത്ത് നേരെ പോയത് ഫാർമസിയിലേക്കാണ്. അവിടെ നിന്നും വയറുവേദനയ്ക്ക് മെഡിസിനും ഹോട്ട് വാട്ടർ ബാഗും വാങ്ങി അടുത്തുള്ള ബേക്കറിയിലേക്ക് കയറി. അവൾക്കായി അവൻ ഡാർക്ക് ചോക്ലേറ്റ്സും തൊട്ടടുത്തുള്ള ഫ്രൂട്ട്സ് ഷോപ്പിൽ നിന്നും ധാരാളം ഫ്രൂട്ട്സും വാങ്ങി. പീറ്റർ വീട്ടിലേക്ക് തിരിച്ചു. ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ട് പുറത്തേക്കിറങ്ങിയ മത്തായിച്ചൻ കാണുന്നത് 2 കൈയിൽ കവറുകളുമായി വരുന്ന പീറ്ററിനെയാണ്. അയാൾ കണ്ണു മിഴിച്ച് അവനെ തന്നെ അങ്ങനെ നോക്കി നിന്നു. ഇവൻ്റെ രീതിയും മട്ടും കണ്ടാൽ അവൾ പെട്ടുകിടക്കുന്ന പോലെയുണ്ടല്ലോ, മത്തായി മനസ്സിലായി കരുതി. അകത്തേക്ക് കയറിയ പീറ്ററിനോടായി മത്തായി ചോദിച്ചു, അല്ലടാ, അവൾക്ക് ചെറിയൊരു വയറുവേദന വന്നേനു, നീ ഇതെന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത്? കേൾക്കേണ്ട താമസം പീറ്റർ ചോദിച്ചു. എന്തേ, തൻ്റെ പെണ്ണുമ്പിളയ്ക്ക് വയ്യെങ്കിൽ താൻ ഇതൊന്നും ചെയ്തു കൊടുത്തിട്ടില്ലേ? ഇല്ലെങ്കിൽ അത് തൻ്റെ കുറ്റം. അല്ല, കിട്ടിയോ? കിട്ടി, മത്തായി ചോദിച്ചു വാങ്ങി. റൂം നോക്ക് ചെയ്ത് പീറ്റർ അകത്തേക്ക് കയറിയതും അവനെയും അവൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങളും കണ്ട് അഞ്ചു കണ്ണു തള്ളി. ഇത് എന്നതാ ഇച്ചായ, കട മുഴുവനും ഉണ്ടല്ലോ. പീറ്റർ ഒന്ന് ചിരിച്ചു. ഇപ്പോഴാ സമാധാനായ എൻ്റെ കൊച്ച്. എന്നോട് 2 വാക്ക് സംസാരിച്ചല്ലോ, എനിക്കത് മതി. അവൻ അവളുടെ അടുത്തായിരുന്നു. അവൾ അവളുടെ തലയെടുത്ത് അവൻ്റെ മടിയിലേക്കായി വെച്ചു. മോളെ, ദേ ആ മത്തായിച്ചൻ എപ്പോൾ വേണേലും ഇങ്ങോട്ടേക്ക് കയറി വരും. ഇതെങ്ങാനും അയാൾ കണ്ടാൽ അപ്പം തന്നെ എന്നെ പിടിച്ച് പുറത്താക്കും. അഞ്ചു ഒന്ന് ചിരിച്ചു. എന്തേ, ഇച്ചാന് മത്തായിച്ചനെ പേടിയാണോ? പിന്നെ എനിക്കൊരു പിണ്ണാക്കും ഇല്ല. അയാളോട് എനിക്ക് എൻ്റെ പെണ്ണിനെ അടുത്ത് കുറച്ച് ടൈം ഇരിക്കാൻ പറ്റണം, അത്രേ ഉള്ളൂ. അതിനയാൾ സമ്മതിക്കില്ല. ഞാനിപ്പോൾ വരാം. അതും പറഞ്ഞ് അവൻ പുറത്തേക്കിറങ്ങി കുറച്ച് വെള്ളം ചൂടാക്കാനായി ഗ്യാസിലേക്ക് വെച്ചു. മത്തായി ചോദിച്ചു, എന്തിനാ ഇത്? അവൻ ഹോട്ട് വാട്ടർ ബാഗ് ഉയർത്തി കാണിച്ചു. ഇത് നിറയ്ക്കാൻ വേണ്ടിയാണ്, പീറ്റർ മറുപടി പറഞ്ഞു. അപ്പം നീ ഇവിടെ കാണില്ലേ? എനിക്ക് പുറത്തേക്കൊന്ന് പോകണം, മത്തായി പറഞ്ഞു. അവൻ തലകുലുക്കി കാണുമെന്ന പോലെ മറുപടി കൊടുത്തു. നിനക്ക് എവിടെയെങ്കിലും പോകണോ? പറയേ, അവൻ പറഞ്ഞു. ഇപ്പോൾ വേണ്ട, കുറച്ചുകൂടി കഴിഞ്ഞ് പോകും, ഓഫീസിലേക്ക്. ഹോട്ട് വാട്ടർ ബാഗുമായി റൂമിലേക്ക് കയറി. പീറ്റർ അവളുടെ കയ്യിലായി ബാഗ് കൊടുത്തു. ഇത് വയറ്റിൽ വെച്ചോ, കുറച്ച് ആശ്വാസം കിട്ടും. അത് കേട്ടതും അവൾ അവനോട് ചോദിച്ചു, ഇച്ചാൻ ഇതൊക്കെ എങ്ങനെ അറിയാം? അത് കേട്ടതും പീറ്റർ മറുപടി പറഞ്ഞു. അവൻ അവൻ്റെ ഫോൺ ഉയർത്തി കാണിച്ചു. പിന്നെ ഇതെന്തിനാ? ഞാൻ ചാറ്റ് ജിപിയോടായി ചോദിച്ചു. അത് കേട്ടതും അഞ്ചു എന്തോ അത്ഭുതം കണ്ടതുപോലെ അവനെ തന്നെ നോക്കിയിരുന്നു. അഞ്ചു അവൻ്റെ കയ്യിലായി പിടിച്ചു അവളുടെ അടുത്തേക്കായി എത്തി. അവൻ്റെ മുഖത്തേക്ക് തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. അവൻ ചോദിച്ചു, അഞ്ചു, വയറുവേദന കുറഞ്ഞോ? അവൾ എന്ന് മൂളി. അവൻ്റെ കൈ അവളുടെ വയറിലായി വെച്ചു പതിയെ തടവി കൊടുത്തു. അവൾ ശ്വാസമെടുക്കാൻ പോലും മടിച്ച് അവനെ തന്നെ നോക്കിക്കിടന്നു. അവൻ കുനിഞ്ഞു വന്ന് അവളുടെ നെറുകയിലായി ചുംബിച്ചു. നീ വല്ലതും കഴിച്ചായിരുന്നോ? ഞാൻ ഫ്രൂട്ട്സ് കഴുകി തരാം. അതും പറഞ്ഞ് അവൻ ആപ്പിളുമായി കിച്ചണിലേക്ക് നടന്നു. ഓഫീസിൽ വൈകി ടേബിളിൽ തല വെച്ച് കിടക്കുകയാണ്. അവൾക്ക് തല പൊട്ടിപ്പിളരുന്ന പോലെ തോന്നി. ആമി അവൾക്കായി കോഫി എടുക്കാനായി പോയി. ഇതേ സമയം ഡ്രൂ ക്യാബിൻ തുറന്ന് പുറത്തേക്ക് വന്നു. വൈകിയുടെ മുന്നിലായി നിന്നു. തൻ്റെ അടുക്കൽ ആരോ നിൽക്കുന്ന പോലെ തോന്നിയ വൈഗ തല ഉയർത്തി നോക്കി. ധ്രുവിനെ മുന്നിൽ കണ്ടതും അവൾ തല വെട്ടിച്ചു മാറ്റി. വൈഗ, അവൻ പതിയെ വിളിച്ചു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതേയില്ല. വൈഗ, ക്യാബിനിലേക്ക് വരൂ എന്ന് പറഞ്ഞതും അവൾ പറ്റില്ല, എനിക്കൊരുപാട് ജോലി പെൻഡിങ് ഉണ്ട് എന്ന് പറഞ്ഞതും അവൻ മനസ്സിലായി പറഞ്ഞു, നീ എത്രയ്ക്കായോ? ധ്രുവ് കീർത്തനയുടെ ടേബിളിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് ഉറക്കെ വിളിച്ചു, കീർത്തന. ധ്രുവിൻ്റെ ആ ഒരു വിളിക്ക് കാതോർത്തിരുന്ന പോലെ കീർത്തന ധ്രുവിൻ്റെ അടുത്തേക്കായി വന്നു നിന്നു. കീർത്തനയോടായി ധ്രുവ് പറഞ്ഞു, എനിക്ക് കുറച്ച് മെയിൽസ് അയക്കാനുണ്ട്. തൻ്റെ ലാപ്പും എടുത്ത് അകത്തേക്ക് വരൂ. കേൾക്കേണ്ട താമസം. ഇപ്പോൾ വരാം ധ്രുവ്. അതും പറഞ്ഞ് കീർത്തന അവളുടെ ടേബിളിലിരിക്കുന്ന ലാപ്പിൻ്റെ അടുത്തേക്ക് പറഞ്ഞു. ഇതൊക്കെ കാണുകെ വൈഗയ്ക്ക് തല നന്നായി വേദനിക്കാൻ തുടങ്ങി. വൈഗ എബിക്ക് കോൾ ചെയ്തു. ലീവ് ചോദിച്ചു. അവൾ ബാഗുമെടുത്ത് പുറത്തേക്ക് പോയി. ക്യാബിനിലിരിക്കുന്ന ധ്രുവ് കാണുന്നത് ബാഗും പിടിച്ച് പുറത്തേക്ക് പോകുന്ന വൈഗയാണ്. അവളുടെ മുഖം കണ്ടതും അവൻ്റെ പ്രവൃത്തി അല്പം കൂടിപ്പോയതുപോലെ തോന്നി. അവൻ വേഗം ക്യാബിൻ ഡോർ തുറന്നു പുറത്തേക്ക് ഓടി. അവൻ്റെ ഓട്ടവും വെപ്രാളവും കണ്ട് സ്റ്റാഫുകളെല്ലാം പരസ്പരം എന്തെല്ലാമോ പറയാൻ തുടങ്ങി. അവൻ ഓടി പുറത്തു ചെല്ലുമ്പോൾ കാണുന്നത് ഒരു ടാക്സിയിൽ കയറി പോകുന്ന വൈഗയാണ്. അവൻ വേഗം അവൻ്റെ കാർ പാർക്കിങ്ങിലേക്ക് നടന്നു. കാർ സ്റ്റാർട്ട് ചെയ്ത് അവളുടെ പിറകെ
ആയി വെച്ച് പിടിച്ചു. അവൾ നേരെ പോയത് വൈഭവിൻ്റെ വീട്ടിലേക്കാണ്. വൈഗ കാറിൽ നിന്നിറങ്ങി ക്യാഷ് കൊടുത്ത് സ്പെയർ കീ കൊണ്ട് വാതിൽ തുറന്നു. അവളുടെ വീടിൻ്റെ മുറ്റത്തേക്ക് ധ്രുവിൻ്റെ കാർ ഒരിരമ്പലോടെ വന്നു നിന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ധ്രുവ് ഇറങ്ങി അവളെ കത്തുന്ന കണ്ണാലെ നോക്കി. വൈഗ, അവൻ വളരെ വർദ്ധിച്ചു വന്ന കോപത്തിൽ വിളിച്ചു. അവൾ അവനെ നോക്കിയൊന്ന് പുച്ഛിച്ചു. മിസ്റ്റർ ധ്രുവ് മാധവന് എന്ത് വേണം? അത് കേട്ടതും അവൻ്റെ ദേഷ്യം ഉച്ചസ്ഥായിലായി. ഡീ, നീ എന്താ വിളിച്ചത്? അവൾ തുടർന്നു. കേട്ടില്ലേ താങ്കൾ? അതും പറഞ്ഞ് അവൾ പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടുത്തമിട്ടു. എവിടേക്കാടി പോകുന്നേ? ഞാനിവിടെ നിന്നോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുന്നില്ലേ? അവൾ അവൻ്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചു. ധ്രുവ്, എന്താ ഇത്? അയൽപ്പക്കത്തുള്ളവർ ശ്രദ്ധിക്കുന്നു. കൈവിട് ധ്രുവ്. ആ, അപ്പോൾ മേഡത്തിന് എൻ്റെ പേര് വിളിക്കേണ്ട പോലെ വിളിക്കാൻ അറിയാം. അതും പറഞ്ഞ് അവൻ അവളെ 2 കൈയിലായി കോരിയെടുത്ത് അകത്തേക്ക് കയറി. ധ്രുവ്, പ്ലീസ് താഴെ ഇറക്ക്, എല്ലാവരും നോക്കുന്നു. അത് കേട്ടതും അവൻ അവളെ കൂർപ്പിച്ച് നോക്കി. അവൾ ഇല്ല, ഇനി പറയില്ല എന്ന പോലെ ആംഗ്യം കാണിച്ചു. അവൻ അവളുമായി അവളുടെ റൂമിലേക്ക് കയറി വാതിൽ വലിച്ചടച്ചു. ധ്രുവ്, എന്തിനുള്ള പുറപ്പാടാണ്? അമ്മായി അമ്മാവനോ വന്നാൽ എന്തു ചെയ്യും? അവൾ പറഞ്ഞു മുഴിപ്പിക്കുന്നതിന് മുന്നേ അവൻ അവളിലേക്ക് ചേർന്നു. അവളുടെ പിൻകഴുത്തിൽ പിടിച്ച് അവൻ്റെ ചുണ്ടിലേക്ക് അവളുടെ ചുണ്ടുകളെ ചേർത്തു. വൈഗ കണ്ണുകൾ അടച്ചു പിടിച്ചു. പതിയെ തുടങ്ങിയ ചുംബനം അതിൻ്റെ തീവ്രത കൂടിയതും അവൻ്റെ കൈകൾ അവളിൽ പുതിയ പാത തേടി അലഞ്ഞു. അവളിൽ നിന്നും ഏങ്ങലുകളും കിതപ്പും കൂടി വന്നു. അത് അവൻ്റെ ലഹരിയായി മാറാൻ അധിക സമയമെടുത്തില്ല. അവൻ അവളുമായി ബെഡിലേക്ക് മറിഞ്ഞു. അവളുമായി ഒന്നുരുണ്ട് അവളെ അടിയിലാക്കി കിടത്തി. അവൻ അവളുടെ മുകളിലേക്ക് അമർന്നു. വൈഗ നീങ്ങി. അവൾ അകന്നു മാറാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ ഒരു നോട്ടത്തിൽ അവൾ അടങ്ങിക്കിടന്നു. അവൻ അവളുടെ പാതി വെളിവാകുന്ന അവളുടെ മാറിലേക്ക് പല്ലുകൾ അഴ്ത്തി. അവളുടെ കൈകൾ അവൻ്റെ മുടിയിൽ കോർത്തു വലിച്ചു. അവളിൽ നിന്നും ഒരു ഏങ്ങൽ പുറത്തേക്ക് തെറിച്ചു. അവൻ അവിടെ മൃദുവായി നുണഞ്ഞു. അവൾക്കുള്ള മരുന്നെന്ന പോലെ.